പരിസരത്തിനുമായ സ്വർഗീയ പിതാവേ, ഇന്നലെ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ വായ്പാട്ടെന്ന് കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ മീറ്റിംഗ് കർത്താവേ ഞങ്ങളുടെ യാത്രയിലൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് ഇന്ത്യ സന്ധ്യാസമയത്ത് മല്ലപ്പള്ളി പട്ടണത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കി രൂപിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ മീറ്റിംഗ് കർത്താവേ ഈ ദേശത്തിന് ഞങ്ങളുടെ ഈ ഹല്ലേലൂയ സ്ഥലത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങൾ പല ഹല്ലേലൂയ സ്ഥലത്ത് ഞങ്ങളുടെ സുവിശേഷം അറിയിച്ചു. അവിടെയൊക്കെ കർത്താവെ അനേകരെ ദൈവമാനസാദിലേക്ക് തിരിക്കുവാൻ അതുപോലെ മല്ലപ്പള്ളിയിലും കർത്താവെ അനേകർ കർത്താവെ ദേശത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രദേശത്തെ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദേശത്ത് നടത്തുന്ന ബിസിനസിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രസ്ഥാനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ വാഹനം ഓടിക്കുന്നവരെ ഒത്ത് പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ജോലിക്കാരെ കൂടിയേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാവരെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്നതായ കർത്താവെ ഞങ്ങളുടെ വചനം കർത്താവെ, ഞങ്ങളുടെ പാട്ടുകളെല്ലാം കർത്താവെ ദേശത്തിന് അനുഗ്രഹമായി തീരാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ യാത്രയിലൊക്കെ ഞങ്ങളുടെ സാന്നിധ്യങ്ങളിൽ കൂടെ ഇരുന്നതിനാ നന്ദിയുടെ സ്തോത്രം കർത്താവെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ തലവണങ്ങിയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാ വിഷയം ഏൽപ്പിക്കുന്നു. മഹത്വമാനം എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഈശ്വരന്റെ നാമത്തിൽ തന്നെ ആമേൻ. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണ സന്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ പായിപ്പാട് നിന്ന് ആരംഭിച്ച് മല്ലപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സുവിശേഷ സന്ദേശ റാലിക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറയുന്നു. മദ്യവും മയക്കുമരുന്നും ഒരു സമൂഹത്തെ ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലഹരി പദാർത്ഥങ്ങൾ ഒരു തലമുറയാകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാമൂഹിക വിപത്തുകൾക്കെതിരെ പടപൊരുതുവാൻ നിങ്ങളുടെ സഹകരണങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരി പ്രിയ റോസ് ഇവിടെ ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങൾ ആ പാട്ടിനെ സ്വീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് വേണ്ടി പ്രിയമകൾ റോസ് ആലപിക്കുവാനിടയായി. ഇനി മറ്റൊരു മനോഹരമായ ഗാനം നാം ശ്രവിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കായി ഗാനം ആലപിക്കുന്നത് മനശെ സാം ജോൺ. മല്ലപ്പള്ളി വെസ്റ്റ് ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ച് മൂശാരിക്കൽ സഭയുടെ നേതൃത്വത്തിൽ രാവിലെ പായിപ്പാട് നിന്ന് ആരംഭിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ റാലിയാണ് ഈ മല്ലപ്പള്ളി ടൗണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നാം ഇതുവരെയും മനോഹരമായ ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. തുടർന്നും നമുക്ക് വീണ്ടും ഒരു മനോഹരമായ ഗാനം ശ്രവിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
വളരെ മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ മനശ്ശേ സാം ജോണിനുള്ള നന്ദി ദൈവസേനയിൽ അറിയിക്കുന്നു. തുടർന്ന് വീണ്ടും മറ്റൊരു മനോഹരമായ ഗാനം നാം കേൾക്കാൻ പോകുകയാണ്. നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് സിസ്റ്റർ ഷെറി ഗോഡ്സൺ. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അകാരണത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനോഹരമായൊരു ഗാനം നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
മല്ലപ്പള്ളി എന്ന അനുഗ്രഹീത കവലയിൽ സ്നേഹത്തിന്റെ വചനങ്ങളുമായിട്ട് നിൽപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ചരിത്രപ്രസിദ്ധമായ ഈ മല്ലപ്പള്ളി, സാംസ്കാരിക സമ്പന്നമായ മല്ലപ്പള്ളിയുടെ മടിത്തട്ടിൽ സ്നേഹത്തിന്റെ ദൂതുമായിട്ട് പാട്ടുകളിലൂടെ, സന്ദേശങ്ങളിലൂടെ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിന് നന്ദി പറയുന്നു. കള്ളവും ചതിയുമില്ലാത്ത ഒരു നല്ല കാലം സ്വപ്നം കണ്ടുകൊണ്ട് മദ്യവും മയക്കുമരുന്നും നാടിനാപത്താണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പായിപ്പാട് നിന്ന് ആരംഭിച്ച ഈ സ്നേഹ സന്ദേശ റാലി മല്ലപ്പള്ളി ടൗണിൽ ചില നിമിഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേരുവാനിടയായി. വളരെ മനോഹരമായ ചില ഗാനങ്ങൾ ഞങ്ങളോടൊപ്പം ശ്രവിക്കുവാൻ നിങ്ങൾക്കും അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് മനോഹരമായൊരു സന്ദേശം ശ്രവിക്കുവാൻ നാം പോവുകയാണ്. ഈ സമയത്ത് നമുക്ക് സന്ദേശം കൈമാറേണ്ടതിനായിട്ട് കർത്താവിൽ അനുഗ്രഹീത ദൈവഭൃത്യൻ പാസ്റ്റർ ചാക്കോ വർഗീസ് അവരുകളെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ക്രൂശിലെ യേശുവിന്റെ സ്നേഹത്തെ പങ്കുവെക്കുവാൻ, മദ്യവും മയക്കുമരുന്നും ഈ നാടിന് വരുത്തിവെക്കുന്ന ദോഷവശങ്ങളെ പരിചയപ്പെടുത്തുവാൻ നാം ഒരുമിച്ച് ഈ മല്ലപ്പള്ളി കവലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ സന്ദേശം ഒന്ന് ശ്രമിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല ദിവസത്തിന്റെ സായാഹ്ന സമയം ഈ ഉച്ചഭാഷണ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗവരുന്നവനാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനം അറിയിച്ചുകൊള്ളുന്നു. തിരക്കൊഴിഞ്ഞോ ഇല്ല, തിരക്കുകളുടെ സമയം. വളരെ തിരക്കേറിയ ഈ റോഡിന്റെ തെരുവിൽ യേശുക്രിസ്തുവിനെ പരസ്യമായി സാക്ഷീകരിപ്പാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ജീവിതം സമർപ്പിച്ച് യേശുക്രിസ്തുവിന് സാക്ഷികളായി നിലകൊള്ളുന്ന ഷാരോൺ മല്ലപ്പള്ളി ഫെലോഷിപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ബോധവൽക്കരണ പരസ്യയോഗം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രൂപാന്തരത്തിന്, മാനസാന്തരത്തിന്, രക്ഷാനിർണയത്തിന്, യേശുക്രിസ്തുവിലേക്കുള്ളതായിരിക്കുന്ന നിങ്ങളുടെ കടന്നുവരവിന് ഇത് മുഖാന്തരമാകട്ടെ എന്ന് ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുകയും യേശുവിന് വേണ്ടി പാടുകയും യേശുവിനെ സാക്ഷീകരിക്കുകയും തെരുവിൽ പരസ്യമായി നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ, ലജ്ജ കൂടാതെ സുവിശേഷത്തെ ഉയർത്തുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് അഭിമാനമായി തെരുവിൽ നിന്നുകൊണ്ട് പറയുവാൻ അവിടുന്ന് ദൈവം കൃപ ചെയ്യുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഷാരോൺ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പായിപ്പാട് നിന്ന് ആരംഭിച്ച സുവിശേഷ സന്ദേശ റാലി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിലെ ഛേദോവികാരം ഒന്ന് മാത്രമേ ഉള്ളൂ: സകലരും യേശുവിനെ അറിയണം, സകല മനുഷ്യരും യേശുവിങ്കിലേക്ക് വരണം. മദ്യം വിപത്താണ്. അസന്മാർഗീയത വിട്ട് സാൻമാർഗീയതയിലേക്ക് വരുവാൻ ഒരേ ഒരു സന്ദേശം മാത്രം ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു. അസന്മാർഗികളായി കഴിയുന്ന സകല മനുഷ്യരെയും സാൻമാർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരേ ഒരു സന്ദേശം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമം എന്ന് പറയുന്ന 27 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമായ തീമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം തീമോഥെയോസിന് എഴുതി പറയുകയാണ്. അതേ ആശയം തന്നെയാണ് ആ ലേഖനത്തിന് നമ്മോടും പറയാനുള്ളത്. സകല മനുഷ്യരോടും സംസാരിക്കുന്ന റീമ, ദൈവത്തിന്റെ വചനം, ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഈ ഉച്ചഭാഷയിൽ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോടും സംസാരിക്കുകയാണ്. ദൈവം ഒരുവനല്ലേ,
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യൻ ക്രിസ്തുയേശു തന്നെ. ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ദൈവം ഒരുവനെ പരിചയപ്പെടുത്തുകയാണ്. ഒരേ ഒരു ദൈവത്തെ, ഏക സത്യ ദൈവത്തെ, നിത്യജീവനാകുന്ന ദൈവത്തെ, സത്യദൈവവും നിത്യജീവനുമാകുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യൻ ക്രിസ്തുയേശു തന്നെ. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച, ഞങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുത്ത യേശു ക്രിസ്തു നിങ്ങളെയും സ്നേഹിക്കുന്നു. സഹോദരങ്ങളെയും നിങ്ങളെയും രക്ഷിപ്പാൻ യേശു മറുവിലയായി കൊടുത്തു, മറുവിലയായി തീർന്നു. ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ഒത്തിരി ദൈവങ്ങളില്ല കേട്ടോ, ഒത്തിരി ദൈവങ്ങളില്ല. ഒറ്റ ദൈവം, ഖണ്ഡഘടാകത്തെ സൃഷ്ടിച്ചവനായ ദൈവം, ഒറ്റ ദൈവത്തെ വിശുദ്ധ തിരുവെഴുത്ത് അതെ വെളിപ്പെടുത്തുകയാണ്. ഒത്തിരി ദൈവത്തെ തേടി അലയണ്ട, ഏക സത്യ ദൈവത്തെ അന്വേഷിക്കൂ. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാ അസന്മാർഗതയിൽ നിന്നും വിടുവിക്കുന്ന യേശു നിങ്ങളെ തിരയുകയാണ്. ഈ സായാഹ്ന സമയത്ത് യേശു നിങ്ങളെ തേടി ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്. ആ ഏക സത്യ ദൈവത്തിനായി ഹൃദയം കൊടുക്കൂ. ആ ഏക സത്യ ദൈവത്തെ വിളിച്ചപേക്ഷിക്കൂ. ഉത്തരമരുളുന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. അസമാധാനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത സമാധാനത്തിലേക്ക് വഴിയും സത്യവും ജീവനുമാകുന്ന ഏക സത്യ ദൈവം, നിത്യനായ ദൈവം, നിത്യജീവനാകുന്ന ദൈവത്തെ ദൈവമെന്ന് വിളിച്ച്, പിതാവേ എന്ന് വിളിച്ച് യേശുവിന്റെ സമീപത്തേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും കൈക്കൊള്ളുന്ന ഇതുപോലൊരു സന്ദേശം വേറെയില്ല. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഒത്തിരി മധ്യസ്ഥന്മാരില്ല കേട്ടോ, ഏക മധ്യസ്ഥൻ. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിക്കപ്പെട്ട മാനവവർഗത്തിനു വേണ്ടി, ആദാമിയ സന്തതിക്കു വേണ്ടി ഭൂമിയിലൊക്കെ കുടിയിരിപ്പാൻ ഒരുവനിൽ നിന്നും സകല മനുഷ്യ ജാതിയുള്ള വായു എന്ന തിരുവെഴുത്ത് ഈ സായാഹ്ന സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദാം എന്ന ഏക മനുഷ്യനാൽ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട സകല മനുഷ്യരോടായി തിരുവചനം വിളിച്ചു പറയുന്നു. ഏക രക്ഷിതാവ് യേശു ക്രിസ്തു മാത്രം, ഏക മധ്യസ്ഥൻ യേശു മാത്രം, ഏക ദൈവം പിതാവാകുന്ന നിത്യജീവനായ യേശു ക്രിസ്തു മാത്രം. യേശു എന്ന ഏക ദൈവം, യേശു എന്ന ഏക മധ്യസ്ഥൻ, യേശു എന്ന ഏക രക്ഷിതാവിനെ കൈക്കൊണ്ടാൽ അവന്റെ നാമത്തിൽ നാം ഏവരും ദൈവമക്കളായി തീരുവാനിടയാകും. ദൈവമക്കളാകുവാൻ കുറുക്കു വഴികളില്ല. ദൈവമക്കളാകുവാൻ മറ്റ് ഇടങ്ങൾ തേടിപ്പോകേണ്ടതില്ല. ദൈവമക്കളാകണം എങ്കിൽ പണച്ചിലവില്ല. ദൈവമക്കളാകാൻ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഹൃദയം കർത്താവിന് കൊടുക്കുക, ഹൃദയം യേശുവിനായി സമർപ്പിക്കുക. അസമാധാനത്തോടെ, സന്തോഷമില്ലാതെ കിട്ടുന്ന പണം അത് പല വഴിക്ക് ചിലവാക്കി
അത് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന മാന്യ സുഹൃത്തെ, ഈ സായം സന്ധ്യയിൽ താങ്കളോടാണ് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. മാന്യ കുടുംബത്തെ, നിങ്ങളെ യേശു തിരയുന്നു. മാന്യ അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. നിങ്ങളെ യേശുവിന് വേണം. എന്നെ പരിഗണിക്കുവാൻ, എന്നെ ശ്രദ്ധിക്കുവാൻ, എന്റെ കാര്യമൊന്ന് കേൾക്കുവാൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുവാൻ എനിക്ക് വേണ്ടി ആരുമില്ലല്ലോ എന്ന് ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയി എന്ന് തോന്നുന്നെങ്കിൽ യേശു പറയുന്നു, നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. യേശുവിന് നിങ്ങളെ വേണം. സുഹൃത്ത്, യേശു ഈ സായം സന്ധ്യയിൽ നിങ്ങളെ രക്ഷിപ്പാൻ വന്നിട്ടുണ്ട്. ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യൻ ക്രിസ്തുയേശു തന്നെ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. സ്നേഹിത, മദ്യം നിന്നെ മരണത്തിലേക്ക് നടത്തുമ്പോൾ, മദ്യം സമാധാനം തരാതിരിക്കുമ്പോൾ, മദ്യവും മയക്കുമരുന്നും കഞ്ചാവും പാൻ മസാലയും പാൻപരാഗും അങ്ങനെയുള്ളതായിരിക്കുന്ന പാഴ്വസ്തുക്കൾ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളെ യാതന സ്ഥലത്തേക്ക്, നിത്യ അഗ്നിയിലേക്ക്, നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങളായിരിക്കുന്ന ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു സ്നേഹിതനെ പരിചയപ്പെടുത്തി ഞങ്ങൾ തരികയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ആ യേശുവിനായി ഹാത് കൊടുക്കുക, ആ യേശുവിനായി ഹൃദയം കൊടുക്കുക. യേശുവിന്റെ മകനായി മകളായി തീരുവാൻ നിങ്ങൾ ഈ സായം സന്ധ്യ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളോട് കൂടെ നിങ്ങളുടെ വീട്ടിൽ വരുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുവാൻ, നിങ്ങളെ വലയ്ക്കുന്ന, അസ്വസ്ഥമായ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല വിഷയത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന യേശു നിങ്ങളെ രക്ഷിക്കുക. ഇതാ നിങ്ങളുടെ സമീപേ നിൽക്കുന്നു. ആ യേശുവിനായി ഹൃദയം സമർപ്പിക്കുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. മല്ലപ്പള്ളി പട്ടണത്തിൽ തിരക്കുകളുടെ നടുവിൽ ആമി പകലന്തിയോളം ജോലി ചെയ്ത് വീട്ടിലെത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ സോദര, ഈ പകൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഒരവസരം തന്നില്ലേ? ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ കേൾക്കുന്ന ഈ സുവിശേഷ സൗജന്യമാ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോ, പ്രിയ സഹോദര, പണച്ചെലവില്ലാതെ കേൾക്കുന്ന ഈ സുവിശേഷം ഇതെന്തൊരു സുവിശേഷമെന്ന് ചിന്തിച്ച് പുറംതിരിച്ചു നിൽക്കാതെ നിങ്ങൾ ഇതിന് കാത് കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ അസ്വസ്ഥത മാറ്റി, നിങ്ങളുടെ അസമാധാനം മാറ്റി യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാനിടയാകും. വിശ്വസിക്കുക, നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം കാണാനിടയാകും. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനാകുവാൻ, മകളാകുവാനിടയാകും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യൻ ക്രിസ്തുയേശു തന്നെ. നമ്മുടെ വിശപ്പറിയുന്ന, നമ്മുടെ രോഗമറിയുന്ന, നമ്മുടെ കടഭാരമറിയുന്ന, ചിന്താകുലമറിയുന്ന, ഭാരമറിയുന്ന, വിഷമമറിയുന്ന, ആര് സഹായിപ്പാനില്ല എന്ന ചിന്തയോടെ അസ്വസ്ഥന വഴിത്തലയ്ക്ക് നിൽക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കളെ രക്ഷിക്കുന്ന ഒരു സ്നേഹമുള്ള കർത്താവിന്റെ രാത്രി ഈ ഉച്ചഭാഷണിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. അറച്ചു നിൽക്കാതെ നിങ്ങൾ ദൈവമകനായി തീരുക, ദൈവമകളായി തീരുക. ബിസിനസ് സ്ഥാപനങ്ങളിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ, യാത്രകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. വരിക, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനായി ഹൃദയം കൊടുക്കൂ.
യേശുവിനെ കർത്താവായ രക്ഷിതാവായ ഹൃദയത്തിൽ അംഗീകരിക്കൂ, ദൈവമകനായി ദൈവമകളായി ജീവിക്കൂ എന്ന് ഓർപ്പിച്ച് ഈ അവസരം കർത്തൃപുരുഷൻ സഭ എനിക്ക് നൽകി തന്ന ഈ സുവർണാവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവഭൃത്യനും കുടുംബത്തിൽ അതേ ദൈവഭൃത്യനും കുടുംബത്തിനും സഭയ്ക്കും അമ്മേ വന്ദനം ചൊല്ലുന്നു, നന്ദി പറയുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായൊരു സന്ദേശം മല്ലപ്പള്ളിയോട് കൈമാറിയ കർത്താവിന്റെ ദാസനോട് ഈ സമയത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ചില പ്രിയ സ്നേഹിതർ, ഹിന്ദിക്കാരായ ചില പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്ന് ഒരു ഹിന്ദി ഗാനം ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 1-2 ഹിന്ദി ഗാനങ്ങളൂടെ ഈ സമയത്ത് ഇവിടെ ആലപിക്കുന്നു. ഞങ്ങളുടെ പ്രിയമകൻ സാം നിങ്ങൾക്കായിട്ട് മനോഹരമായൊരു ഗാനം ആലപിക്കുന്നതായിരിക്കും. प्यारे पिता, तूने हमसे कितना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान दिया। प्यारे प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान दिया।
താങ്ക് യു സാം. വളരെ മനോഹരമായ ഗാനത്തിന് നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു ഗാനം കൂടെ ശ്രവിക്കാം. പല പ്രിയപ്പെട്ടവരും മനോഹരമായ ഗാനം ശ്രവിക്കുവാൻ ഇതിന്റെ പരിസരങ്ങളിലായിട്ടുണ്ടല്ലോ. വളരെ മനോഹരമായൊരു ഗാനം ഞങ്ങളുടെ പ്രിയമകൾ ഷെറിൻ നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നതായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം മനോഹരമായ പാട്ടുകൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദിക്കാരായ ചില സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇവിടെ സമീപത്തുള്ള ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ചില സ്നേഹിതർ ആ പാട്ട് കേൾക്കാനായിട്ട് ഇവിടെ കടന്നു വന്നു. കൂട്ടത്തിൽ ഞങ്ങളുടെ സ്നേഹിതനായ സഞ്ജയ് കുമാർ, അദ്ദേഹം ഒരു മനോഹരമായ ഹിന്ദി ഗാനം ഇവിടെയുള്ള ഹിന്ദിക്കാരായ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഉത്തരാഖണ്ഡ് സ്വദേശിയായിരിക്കുന്ന പ്രിയ സ്നേഹിതൻ സഞ്ജയ് കുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. हालेलुया, हालेलुया। परमेश्वर पिता का धन्यवाद हो। सर्वशक्तिमान प्रभु यीशु मसीह उद्धारकर्ता परमेश्वर, मैं उस परमेश्वर का धन्यवाद करता हूँ। और जितने भी मेरे हिंदकारम मेरे भाई बहन इधर हैं और जो मेरी आवाज को सुन रहे हैं और उनके कानों तक मेरी आवाज आई, और मैं चाहता हूँ कि परमेश्वर उनको ब्लेस करे, परमेश्वर उन्हें आशीष दे। तो यीशु मसीह इस संसार में हमारे उद्धार के लिए आए हैं, क्योंकि हम पापी थे। हमने अपने जीवन में बहुत सारे पाप किए और हमने पाप हमारे जीवन से पाप नहीं उतर पाए। हमने बहुत सारी कोशिश किए, बहुत सारे काम किए हमने कि हमारे पाप हमसे दूर हो जाए, लेकिन हमारे पाप सिर्फ यीशु मसीह के द्वारा हम उद्धार पाए हैं। हालेलुया, हालेलुया। परमेश्वर हमारा उद्धार करता परमेश्वर है और वो मुक्तिदाता है, वो सर्वशक्तिमान परमेश्वर है, वो राजाओं के राजा है, वो प्रभुओं का प्रभु है, वो उद्धार करता परमेश्वर है। मेरे प्यारे भाई बहनों, मैं बताना चाहता हूँ आपको कि आप अगर उद्धार पाना चाहते हैं तो यीशु मसीह को ग्रहण कीजिए। यीशु मसीह वो एक मनुष्य बन के संसार में आया ताकि हमारे पापों को उसने बीड़ी हमने पिया, शराब हमने पिया, हर पाप हमने किया, लेकिन उसकी सजा यीशु मसीह ने उस सूली पर, उस क्रूस पर उठाया है ताकि हम उस पाप से बच सकें, उस व्यभिचार से बच सकें, हर बुराई से बच सकें। यीशु मसीह ने इस क्रूस पे 39 कोड़े खाए हैं। पाप हमने किया, गुनाह हमने किया, लेकिन हमारी गुनाहों की सजा उस यीशु मसीह ने उस क्रूस पे उठाया है। हालेलुया। मैं धन्यवाद करता हूँ मेरे परमेश्वर यीशु मसीह में प्रार्थना करता हूँ प्रभु, जितने भी लोग यहाँ पे हैं परमेश्वर जी, जितने भी भाषा वाले यहाँ पे हैं प्रभु, उन सबको ब्लेसिंग मिले प्रभु, तेरी आशीष मिले प्रभु। और मैं तेरी महिमा के लिए प्रभु एक भजन गाऊंगा प्रभु, इस भजन के द्वारा परमेश्वर जी तेरी बड़ाई और तेरी तारीफ करता हूँ प्रभु यीशु के नाम से। हालेलुया। मुक्ति दिलाइए यीशु, मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम, मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम, मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम। यीशु दया का बहता सागर, यीशु दया का बहता सागर, यीशु है दाता महान, यीशु है दाता महान। हालेलुया। मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम, मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम। चरनी में तूने जन्म लिया यीशु, चरनी में तूने जन्म लिया यीशु, सूली पे गया विश्राम, सूली पर गया विश्राम। बोलो मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम। बोलो मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम। हम सबके पाप को बचाने यीशु हुआ बलिदान, यीशु हुआ बलिदान। बोलो मुक्ति दिलाए यीशु नाम, शांति
चांदी दिलाए सुना चरनी में तूने जन्म लिया यीशु चरनी में तूने जन्म लिया यीशु सूली पर किया विश्राम सूली पर किया विश्राम हालेलुया मोती दिलाए सुना चांदी दिलाए सुना हम सबके पापों मिटाने यीशु हुआ बलिदान यीशु हुआ बलिदान बोलो मुक्ति दिलाए सुना शांति दिलाए सुना क्रूस पर अपना खून बहाया क्रूस पर अपना खून बहाया सारा चुकाया दाम सारा चुकाया दाम बोलो मुक्ति दिलाए सुना शांति दिलाए सुना हे बोलो मुक्ति दिलाए सुना शांति दिलाए सुना हालेलुया सुना सबको आशीष दे गॉड ब्लेस यू जितने भी भाई बहन हैं मेरे प्यारे भाई बहनों मैं आपको बताना चाहता हूँ कि मुक्ति दिलाई यीशु है जो शांति का दाता है जो दानों को गिराता है जो दयालु ईश्वर है अगर आपने पाप भी किया है पर मैं यीशु मसीह ने कहा मैं तेरे पापों को क्षमा करूंगा मैं तेरे पापों को माफ दूंगा मेरे पिता के सामने और मैं तुझे एक नया जीवन दूंगा यीशु मसीह किसी का धर्म नहीं बदलता है यीशु मसीह सिर्फ जीवन बदलता है यीशु मसीह ने सिर्फ जीवन बनाया है वो जीवन बदलता है हालेलुया परमेश्वर आप सबको आशीष दे ब्लेसिंग करे गॉड ब्लेस यू आमीन പ്രിയപ്പെട്ട സ്നേഹിതരോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾ ഈ കവലയിൽ പരസ്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിയ സഹോദരൻ ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നു എന്ന് ഞങ്ങളോട് താല്പര്യമുണ്ട് എന്നറിയിച്ചു. അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. പ്രത്യേക നന്ദി ഈ സമയത്ത് പ്രിയ സഹോദരനോട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ റാലിയായിട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് പായിപ്പാട് നിന്ന് ഈ റാലി ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ കവല മുതൽ അവസാനത്തെ കവല വരെ ശക്തിയുക്തം ഒരു കാര്യം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു: മദ്യപാനവും മയക്കുമരുന്നും നാടിനാപത്താണ്. പക്ഷേ ഹൃദയം തകരുന്ന, കരളലിയിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്ന് കേരളക്കരയിൽ ആകമാനം ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടക്കുകയുണ്ടായി. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് രാവിലെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറും അച്ചുമൽ എന്ന് പറയുന്ന തന്റെ സുഹൃത്തും കൂടെ ഒരു വാഹനത്തിൽ പോയിക്കൊണ്ടിരുന്ന, ഒരു സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയെ തങ്ങളുടെ കാറുകൾ കൊണ്ട് ഇടിക്കുവാനിടയായി തീർന്നു. അടുത്ത നിമിഷം അവർ രക്ഷപ്പെടുവാൻ വേണ്ടി തങ്ങളുടെ കാർ വളരെ വേഗത്തിൽ മുന്നോട്ടെടുത്തു. ആ കാറിന്റെ മരണപ്പാച്ചിലിൽ ആ സഹോദരി ഇന്ന് പ്രഭാതത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. വളരെ സമർത്ഥരായ കേരള പോലീസ് നിമിഷ നേരം കൊണ്ട് ഈ ശ്രീകുട്ടിയെയും അച്ചുമലിനെയും അറസ്റ്റ് ചെയ്യുവാനിടയായി. ഇവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുവാനിടയായി തീർന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ മദ്യലഹരിയിലായിരുന്നു, ഞങ്ങൾ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചത്. മദ്യപിച്ച ശേഷം ഈ തെരുവിലിറങ്ങിയാൽ ഈ നാട്ടുകാർ ഞങ്ങളെ കൈകാര്യം ചെയ്യും, അല്ല പോലീസ് ഞങ്ങളെ പിടിക്കും. ഭയപ്പെട്ടുകൊണ്ട് മദ്യത്തിനടിമകളായ ഞങ്ങൾ വാഹനം പെട്ടെന്നെടുത്തു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ സഹോദരിയുടെ പുറത്തൂടെ ഞങ്ങളുടെ വാഹനം കയറിയിറങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സ്നേഹിതരെ, എത്ര ദാരുണമായ ഒരു വാർത്തയാണ് കേട്ടത്. എത്ര സന്തോഷകരമായ ഒരു പ്രത്യാശകരമായ ഒരു യാത്രയായിരുന്നു ആ സഹോദരി നടത്തിയത്. പക്ഷേ തന്റെ യാത്ര പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ വീട്ടിലെ പിഞ്ചു കുഞ്ഞിന് ഒരു ചുംബനം കൊടുത്തിട്ട് അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് ഇറങ്ങിയതാ സാധനം വാങ്ങിയിട്ട് തിരിച്ചു വരാൻ. പക്ഷേ ആ യാത്ര പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല.
മദ്യമെന്ന മഹാവില്ലൻ ആ സഹോദരിയുടെ ജീവൻ കാർന്നെടുക്കുവാനിടയായി തീർന്നു. ഈ മല്ലപ്പള്ളിയിലും എത്രയോ അപകടങ്ങൾ മദ്യത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം നടത്തുമ്പോൾ ആയിരക്കണക്കിന് മദ്യപാനികളെ പിടിച്ചു. ആ ദിവസം കേരള പോലീസ് ഇങ്ങനെ പറഞ്ഞു, അന്ന് അപകടങ്ങളുടെ നിരക്ക് വളരെ കുറവായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മദ്യപാനികൾ മദ്യം കുടിക്കുന്ന നിമിത്തം തങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഓരോ മദ്യക്കുപ്പിയിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഞാനും നിങ്ങളും വീണ്ടും അത് കുടിച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആ കമ്പനികൾ തടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാവങ്ങളായ നമ്മുടെ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരുടെ പോക്കറ്റിലെ പണം തീർന്നുകൊണ്ടിരിക്കുകയാ. മദ്യം മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഒന്നും അറിയാതെ റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകൾ, മദ്യപാനികളായ ആളുകളുടെ വാഹനത്തിനടിയിൽപ്പെട്ട് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മദ്യം നാടിനാപത്താണ്, സമൂഹത്തിനാപത്താണ്, കുടുംബത്തിനാപത്താണ്. മദ്യം ഇന്നൊരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് കേരളം പൊന്നിൻ ചിങ്ങമാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളം കാർഷിക ഉത്സവം എന്ന നിലയിൽ ഓണത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ കേരള പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ കഴിവിന്റെ പരമാവധി അവർ അധ്വാനിക്കുകയാണ്. ഈ സാമൂഹ്യ വിപത്തിൽ നിന്ന് കേരളത്തെ ഒന്ന് വിടുവിക്കുവാൻ വേണ്ടി അവരുടെ കഴിവിന്റെ പരമാവധി അവർ അധ്വാനിച്ചിട്ടും അവർക്ക് പലപ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ മദ്യപാനം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഈ രോഗത്തിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് യേശുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് തറപ്പിച്ച് പറയുന്നത്? ഞങ്ങളിൽ പലരും മദ്യപാനത്തിന് അടിമകളായിരുന്നു, മാരകമായ ലഹരി ഉപയോഗത്തിന്റെ കീഴിൽ കഴിഞ്ഞവരായിരുന്നു. പക്ഷേ യേശുവിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നപ്പോൾ ഈ ദുഷിച്ച മദ്യത്തിനും മയക്കുമരുന്നിനും അകത്തു നിന്ന് ഞങ്ങൾ പുറത്തു വരുവാനിടയായി തീർന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മദ്യത്തിന് അടിമകളാണോ? നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. മദ്യത്തെക്കാൾ പ്രശ്നമുള്ള മറ്റ് പലതും ഇന്ന് സമൂഹത്തിനകത്ത് വില്ലനായി കടന്നു വന്നുകൊണ്ടിരിക്കുക. MDMA പോലെയുള്ള മാരകമായ രാസലഹരി വസ്തുക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരെ അന്ധന്മാരാക്കി മാറ്റുമ്പോൾ, അവരെ മനുഷ്യ മൃഗങ്ങളാക്കി മാറ്റുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കുവാൻ യേശുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു കൊച്ചു ബാലകൻ, അവൻ വീട്ടിൽ നല്ലൊരു കൃഷിത്തോട്ടമുണ്ടാക്കി. ആ കൃഷിത്തോട്ടത്തിനകത്ത് അനേക കൃഷിവിഭവങ്ങൾ അവൻ വീട്ടിലേക്ക് നേടിയെടുക്കുവാനിടയായി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സുഹൃത്ത് വീട്ടിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, താങ്കളുടെ മകൻ എത്ര നല്ലൊരു കുട്ടിയാ, എത്ര മനോഹരമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നു. ഇന്ന് പലർക്കും അതിന് കഴിയുന്നില്ല. പക്ഷേ താങ്കളുടെ കുട്ടി ഒരു പ്രകൃതി സ്നേഹിയാണ്. കാർഷിക മേഖലയിലേക്ക് കുഞ്ഞ് ഇത്രയധികം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് നല്ലൊരു കുഞ്ഞാ. അപ്പം പറഞ്ഞു, ഈ കാണുന്ന പരിസരത്ത് മാത്രമല്ല, അവന്റെ റൂമിനകത്ത് പോലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മനോഹരമായ പൂക്കളും ചെടികളും ഒക്കെ വളർത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ കൗതുകത്തോട് പറഞ്ഞു, എങ്കിൽ എനിക്ക് അവന്റെ ആ റൂം ഒന്ന് കാണണം. അങ്ങനെ ആ മകന്റെ റൂം കാണുവാൻ ഈ അപ്പനും തന്റെ കൂട്ടുകാരനും കൂടെ അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ മനോഹരമായി തൂക്കിയിടപ്പെട്ടിരിക്കുന്ന കുപ്പികളിൽ വളർത്തപ്പെടുന്ന മനോഹരമായ നീണ്ട നിവർന്നു കിടക്കുന്ന ചെടികൾ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപരതന്ത്രനായി തീർന്നു. അടുത്ത നിമിഷം എന്തോ ഒന്നിൽ കണ്ണുടുക്കി. ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കഞ്ചാവാണ്. അദ്ദേഹം പെട്ടെന്ന് തന്റെ സ്നേഹിതനോട് പറഞ്ഞു, താങ്കളുടെ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെടി മാരകമായൊരു ലഹരി പദാർത്ഥമാണ്. ഇത് അദ്ദേഹം കയ്യിലെടുത്ത് മണപ്പിച്ചു നോക്കി. പെട്ടെന്ന് അപ്പൻ മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ, എന്റെ കുഞ്ഞിത് ഉപയോഗിക്കത്തില്ല. പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ചെടി അവിടുന്ന് പറിച്ചു മാറ്റി. കുറച്ചു മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെടി കാണാതെ വന്നപ്പോ അവൻ വയലന്റായി. ആ കുഞ്ഞ് അപ്പനെ അടിക്കാൻ തുടങ്ങി, അമ്മയെ അടിക്കാൻ തുടങ്ങി. വീട്ടിൽ കലാപകലുഷിതമായ സാഹചര്യങ്ങൾ ഉളവായി. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒറ്റ കാരണം, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി അവന് കിട്ടാതെയായി. അവനൊരു ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. അവൻ അവിടെ കിടന്ന് ശബ്ദമുയർത്തി അവൻ ഭ്രാന്തനെ പോലെ നിലവിളിക്കുവാൻ തുടങ്ങി. ഒരുപക്ഷെ അടുത്തത് എന്റെയോ നിങ്ങളുടെയോ കുഞ്ഞുങ്ങളാകാം. ഈ മഹാവിപത്തിൽ നിന്ന്
നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണ്ടേ? നമ്മുടെ സമൂഹത്തെ അതിനകത്തുനിന്ന് രക്ഷിച്ചെടുക്കണ്ടേ? എത്രയോ ഭയാനകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യം ഉപയോഗിച്ച്, മയക്കുമരുന്ന് ഉപയോഗിച്ച്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് സമൂഹത്തിനകത്ത് രാത്രിയിൽ അധാർമികതയുടെ വിളനിലമായിട്ട് ഏരിയകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാത്രി 6 മണി കഴിഞ്ഞാൽ 6 വയസ്സുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കും 60 വയസ്സ് തികഞ്ഞ നമ്മുടെ അമ്മമാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടമാണിത്. നോക്കിയേ, നമ്മുടെ ഭാരതത്തിലെ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം PG വിദ്യാർത്ഥിയായ ഒരു ഡോക്ടറെ ഒരു കൂട്ടം ആളുകൾ ക്രൂരമായിട്ട് പിച്ചി ചീന്തുവാനിടയായി തീർന്നു. ഒരു റോസാ പുഷ്പം പറിച്ചെടുത്ത് അതിന്റെ ഇതളുകൾ പറിച്ചു കളയുന്നത് പോലെ വളരെ നിഷ്പ്രയാസം അധമന്മാരായ മനുഷ്യർ ആ സഹോദരിയെ വലിച്ചു കയറാനിടയായി തീർന്നു. ഒരു കൂട്ടം സ്വപ്നവുമായിട്ട് ലോൺ എടുത്ത് അപ്പനും അമ്മയും പഠിപ്പിച്ച് ആ കുഞ്ഞിനെ നല്ലൊരു ഡോക്ടറാക്കിയിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ അവർ കണ്ടതാ. പക്ഷേ ഏതോ നരാധമന്മാർ അർദ്ധരാത്രിയിൽ ആ സഹോദരിയെ പിച്ച് ചീന്തി കീറിയപ്പോൾ ഒരു മാതാപിതാക്കളുടെ സ്വപ്നമാണ് തകർന്നടിയാനിടയായി തീർന്നത്. വില്ലൻ മദ്യമാണ്, മയക്കുമരുന്നാണ്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ കാൽവരി ക്രൂശിലേക്ക് ക്ഷണിക്കുക, യേശുവിലേക്ക് ക്ഷണിക്കുകയാ. എന്തുകൊണ്ടാ ഇന്ന് രാത്രി യേശുവിലേക്ക് നിങ്ങളെ വിളിക്കുന്നത്? ഞങ്ങളിൽ പലരും ഇതുപോലെ മാരകമായ പല രാസവസ്തുക്കൾക്കും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായിരുന്നു. പക്ഷേ യേശുവിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തി. ഞങ്ങൾ ഈ പാപത്തിനോട് ബൈ ബൈ പറഞ്ഞു. അങ്ങനെങ്കിൽ നിങ്ങളും ഈ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാണെങ്കിൽ, ഒരുപക്ഷെ രോഗികളാണെങ്കിൽ, സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ, ഉറക്കമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. യേശുവിന് മാത്രമേ കഴിയൂ. ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഉറപ്പിച്ച് വിളിച്ചു പറയുന്നു, യേശുവിന് മാത്രമേ കഴിയൂ. ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാ. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ഭാരപ്പെടുകയാണോ? നിങ്ങൾ പ്രയാസപ്പെടുകയാണോ? ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ ദുഃഖമായിരിക്കാം, സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങളായിരിക്കാം. എല്ലാത്തിനും വിടുതൽ നൽകുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങൾക്ക് വിടുതൽ തരും. കാരാഗ്രഹത്തിനകത്തുനിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ബന്ധനത്തിനകത്തുനിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഞങ്ങളെ വിടുവിച്ചതുകൊണ്ട് ഞങ്ങൾ അടിവരയിട്ട് ഉറപ്പിച്ച് വിളിച്ചു പറയുന്നു, യേശുവിന് മല്ലപ്പള്ളിയെ വിടുവിക്കാൻ കഴിയും. ഇതിനകത്ത് അടുത്തും ദൂരത്തുമായി നിൽക്കുന്ന, മരത്തണലിലും വാഹനങ്ങളിലും ഇരിക്കുന്ന, കടകളിലിരിക്കുന്ന, ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് പാപത്തിൽ മരിച്ചു പോകേണ്ടിയിരുന്ന നമ്മളെ വിടുവിക്കുവാൻ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ചുകൊണ്ട് ലോകത്തിന്റെ ഹൃദയഭാഗമാകുന്ന ഇസ്രയേലിൽ യേശു കർത്താവ് ഭൂജാതനായി തീർന്നു. മാനവരാശിയെ വിടുവിക്കുവാൻ സകല പാപത്തിന്റെയും ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, രോഗത്തിനകത്തുനിന്ന് സൗഖ്യമുണ്ട്. നിങ്ങൾക്ക് യേശുവിലൂടെയുള്ള സൗഖ്യം ആവശ്യമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് പ്രിയ സഹോദരൻ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നുണ്ട്, യേശു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവർക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഈ സമയത്ത് പ്രിയ സ്നേഹിതന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രിയ സ്നേഹിതൻ യേശുവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ, യേശുവിന്റെ കൃപ രുചിച്ചറിയുവാൻ കർത്താവെ ഈ സ്നേഹിതനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായല്ലോ. ഇതുപോലുള്ള അനേക സ്നേഹിതരെ യേശു കർത്താവ് മാറ്റുവാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ ഈ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നല്ലൊരു മനുഷ്യനായിട്ട് തന്റെ ഭാര്യയ്ക്ക്, തന്റെ കുഞ്ഞുങ്ങൾക്ക്, തന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവമിടയാക്കണമേ കർത്താവെ. അതുപോലെ മദ്യപാനികളായിരിക്കുന്ന, ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
Praise the Lord. മഹാപരിശുദ്ധനായ പൊന്നുദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. രാവിലെ 6 മണി മുതൽ ഈ സമയം വരെ ഈ സർവശക്തനായ കർത്താവ് ഈ ലഹരിമുക്ത സന്ദേശവുമായി കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
പ്രിയ കുഞ്ഞുങ്ങളിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാനും കർത്തൃവൃത്തിന്മാരിൽ കൂടെ ആശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും മാനസാന്തരത്തിന്റെ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുവാനും ഒക്കെ ഇടയായി സ്തോത്രം ചെയ്യുന്നു. ഈ മല്ലപ്പള്ളി ദേശത്തെ കർത്താവ് ധാരാളമായി വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേട്ട ദൈവവചനം മൂലം ഇവരെല്ലാം മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. സ്വർഗരാജ്യം എല്ലാ മതക്കാർക്കും എല്ലാ ജാതികൾക്കും അവകാശപ്പെട്ടതാണ്. കർത്താവ് എല്ലാവരോടും ശക്തമായി യുക്തമായി ഇടപെടുമാറാകണമേ. എല്ലാവർക്കും പ്രയോജനമായി തീരട്ടെ. അവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വ്യാപാരം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സ് യൂണിയനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പുനരിൽ താഴ്ത്തുന്നു, സർവ്വതും പുനരിൽ താഴ്ത്തുകയാണ്. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ഈ രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.